ഹായ്. നമ്മൾ വലിയ വലിയ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് 2020 ടൂർണമെൻറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ തന്നെ വിൻ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. കാര്യം അത്രയ്ക്കും നല്ല ഒരു ടീം നമുക്ക് സെറ്റായി വന്നു നമ്മൾ ആ ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ. അതിന് മുന്നേ അത്ര ഇല്ലായിരുന്നു, ബട്ട് ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ ഈ ലോകകപ്പ് നമുക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ടീം സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പോരാത്തതിന് നമ്മളും കൂടി ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പിച്ചുകളാണ്. ആ പിച്ചിൻ്റെ സ്വഭാവം നമുക്കറിയാം. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ തന്നെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. പോരാത്തതിന് IPL പോലെ വലിയൊരു എക്സ്പോഷർ ഉണ്ട്. അത് എല്ലാ ടീമുകൾക്കും ഉണ്ട്. ഓക്കെ, എക്സെപ്റ്റ് പാകിസ്ഥാനെ പോലുള്ള ടീമുകൾക്ക് മാത്രമേ ഇന്ത്യൻ പിച്ചുകളിൽ അധികം അങ്ങനെ കളിക്കാൻ അവസരം കിട്ടാതുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും കിട്ടിയിട്ടുണ്ട്. ബട്ട് ടൂർണമെൻറ്റിൽ ഇറങ്ങി നമ്മൾ ഫസ്റ്റ് കളി USA ആയിട്ടായിരുന്നു, അമേരിക്കയുമായിട്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒരു തുടക്കം വിജയിച്ചു. ബട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു ബാറ്റിങ്ങിൻ്റെ എക്സ്പ്ലോഷൻ അവിടെ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നിട്ടില്ല. നമ്മളെ സർപ്രൈസിങ് ആയിട്ട് USA പൊരുതി. ഓക്കെ, ഒരു ഘട്ടത്തിൽ നമ്മൾ തോൽക്കുമോ എന്നുള്ള പേടി വരെ വന്നു. ബട്ട് ഇന്ത്യ സ്റ്റിൽ മാനേജ്ഡ്. നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മളവിടെ തെളിയിച്ചു. ഇന്ത്യക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കാര്യം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു 160 നമുക്ക് അവർക്ക് ഡിഫെൻഡിങ് സ്കോറായിട്ട് കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ പോലും നമുക്കൊരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാരണമില്ലാണ്ട് നമ്മുടെ ബാറ്റ്സ്മാൻമാർ ഇത്രയും വലിയ ലോക ബാറ്റ്സ്മാൻമാർ വിക്കറ്റുകൾ പോകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും റീസൺ ഉണ്ട്. അതേ റീസൺ കൊണ്ട് തന്നെ നമുക്ക് അവരെയും പരാജയപ്പെടുത്താമെന്നുള്ള തോന്നൽ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും വിജയിച്ചത്. അപ്പോൾ കളിയിലേക്ക് വരുമ്പോൾ തുടക്കം തന്നെ നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നടന്നു. ഓക്കെ, അത് എല്ലാ കളിയിലും നടക്കണമെന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ വിക്കറ്റ് വീഴ്ചയെ പറ്റിയാണ്. നമ്മുടെ പ്രതിഭാധനരായ പൊട്ടിത്തെറിക്കാൻ പറ്റിയ കുറേ ബാറ്റ്സ്മാൻമാർ അവർ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് വളരെ അൺലക്കി ആയിട്ടാണ് പല വിക്കറ്റുകളും പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യൂഷ്വൽ വിക്കറ്റ് അല്ല, ബോളേഴ്സിൻ്റെ വിടുക്കൊണ്ട് മാത്രം പോയ വിക്കറ്റുകളല്ല. നമ്മുടെ പല ബാറ്റ്സ്മാൻമാരുടെ ജഡ്ജ്മെൻറ്റ് ചില ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതുപോലെയൊക്കെ തന്നെ നടന്നു. ബട്ട് ഞാൻ വീഡിയോയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സൂര്യകുമാറിൻ്റെ റെസ്പോൺസിബിൾ ഇന്നിങ്സ് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ സൂര്യകുമാർ കളിച്ച സമീപകാലത്ത് കളിച്ച വളരെ ഒഴുക്കമട്ടിലുള്ള ഇന്നിങ്സ് പോരാ. ക്യാപ്റ്റൻ്റെ സ്ട്രെസ്സൊക്കെ എടുത്ത് മാറ്റിവെച്ച് കളിക്കേണ്ട രീതിക്ക് കളിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ പോകും. ബട്ട് സൂര്യകുമാർ ആ സമയത്ത് കറക്റ്റായിട്ട് ഇന്നിങ്സ് കളിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു. ഏകദേശം 84 റൺസ് എടുത്ത് പോകും. ആ ഇന്നിങ്സാണ് ഇന്ത്യക്ക് 160 എന്ന് പറഞ്ഞ ഒരു ചേസിങ് ടോട്ടൽ കൊടുത്തത്. ഏകദേശം 160ൻ്റെ പകുതി, ഇന്ത്യയുടെ ടോട്ടൽ സ്കോറിൻ്റെ പകുതിയോളം സൂര്യകുമാർ തന്നെ അടിച്ചെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്ക് ഈ കപ്പെടുക്കാൻ. കാര്യം ലോകത്തുള്ള ഏത് ബോളേഴ്സിനെയും വിരട്ടുന്ന, ഏത് ബോളേഴ്സിൻ്റെ ഒരു പരിപാടി നടക്കാത്തൊരു ബാറ്റ്സ്മാൻ കൂടിയാണ് അഭിഷേക് ശർമ്മ. ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഷോട്ടുകൾ കയ്യിലുണ്ട്. പിന്നെ ആരെയും പേടിയില്ലാത്ത, കൂസാക്കാത്ത സ്വഭാവം നമ്മൾ ഈ അടുത്ത കാലം മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ടോപ്പ് മാച്ച് വിന്നർ ഇന്ന് ലോകത്തുള്ള 2020 ബാറ്റ്സ്മാൻമാരിൽ നമ്പർ 1 എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അഭിഷേക് ശർമ്മയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നുണ്ട്. ആ അഭിഷേക് ശർമ്മ വെറും ഒരു ബോളെ ഫേസ് ചെയ്തുള്ളൂ. മിനിമം അഭിഷേക് ശർമ്മയുടെ റീസെൻറ്റ് സ്കോർ നമുക്ക് പറയാൻ പറ്റുന്നത് മിനിമം 20-40, ഇതിനിടയ്ക്ക് ഏറ്റവും ആവറേജായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അഭിഷേക് ശർമ്മ. അതുപോലും ഇല്ലാണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. 0ക്കാണ് അഭിഷേക് ശർമ്മ പോയത്. അപ്പോൾ അവിടെ നമുക്ക് ഷോർട്ടായിരിക്കുന്നത് ഒരു 10-20-25 റൺസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളതാണ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇഷാൻ കിഷൻ്റെ റീസെൻറ്റ് ഫോം വെച്ച് നമ്മൾ നോക്കുമ്പോൾ എപ്പോൾ വേണേലും പോകാവുന്നൊരു വിക്കറ്റാണ്. അണ്ടർ 10 പോകാം, ബിറ്റ്വീൻ 10 to 20 പോകാം, 20 to 25 പോകാം, 22 to 30 പോകാം, 30 to 50 പോകാം. ബട്ട് അതിൻ്റെ അപ്പുറം സ്കോർ അടിച്ചെടുക്കുകയും ചെയ്യാം. ബട്ട് ഇഷാൻ കിഷൻ്റെ 25 എന്ന് പറയുന്നത് ഒരു മാന്യമായ സ്കോർ തന്നെയാണ് പുള്ളിയുടെ രീതി വെച്ചിട്ട്. അതിലേക്ക് കുഴപ്പമില്ല, അതിൽ നമ്മൾ കൺവിൻസ്ഡ് ആണ്. അടുത്തത് വരുന്നതാണ് നമ്മുടെ തിലക് വർമ്മ. ഓഫ് കോഴ്സ് തിലക് വർമ്മ ഒരു മിനിമം ഒരു 30 to 50 സ്കോർ അല്ലെങ്കിൽ 30 to 60 സ്കോറിൽ കിട്ടാവുന്ന ഒരു ഗ്യാരണ്ടീഡ് ബാറ്റ്സ്മാനാണ്. പുള്ളിയും ഏകദേശം 10-35 റൺസ് എടുത്തിട്ടുണ്ട്. അതും ഓക്കെയാണ്. സൂര്യകുമാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപ്റ്റനാണ്, ഏറ്റവും നല്ല 2020 പ്ലെയറാണ്. ഇപ്പോൾ കളിക്കുന്ന എല്ലാ 2020 പ്ലെയേഴ്സിൻ്റെയും ഫാദറായിട്ട് വരും. പുള്ളിയുടെ പ്ലേയേഴ്സിൻ്റെയും ഒരു ഫാദറായിട്ട് ഇപ്പോൾ കളിക്കുന്ന ആൾക്കാരിൽ വരും. അതിനുള്ള ഏജ് വെച്ചിട്ടായാലും പുള്ളിയുടെ കളിയുടെ ഒരു എക്സ്പ്ലോഷൻ വെച്ചിട്ടായാലും അതിനുള്ള ഒരു പക്കാ 2020 സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ തന്നെയാണ് സൂര്യകുമാർ. പുള്ളി അവിടെ അത് തെളിയിച്ചു. ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് പുറത്തെടുത്തു, റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിച്ചു. അതും ഓക്കെയാണ്. ആ ഇന്നിങ്സാണ് ഇന്ത്യയുടെ വിജയത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് ഹാർദിക് പാണ്ഡ്യ. അവിടെയാണ് വിഷയം. ഹാർദിക് പാണ്ഡ്യനെ പറ്റി പറയുമ്പോൾ കുറച്ച് പറയേണ്ടി വരും. ഹാർദിക് പാണ്ഡ്യ എടുത്ത സ്ക്വയർ ഡ്രൈവ്, അവിടെയാണ് വിക്കറ്റ് പോകുന്നത്. അത് ഓഫ് കോഴ്സ് ക്രോസ് ബാറ്റാണ് വീശിയത്, അത് 6 പോകാറുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഫുൾ മൈൻഡോട് കൂടി തന്നെയാണ് കളിക്കണമെന്നൊരു സംശയമുണ്ട്. കാര്യം ഹാർദിക് പാണ്ഡ്യയ്ക്ക് കുറേ കാലമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യനെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരണമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ബട്ട് പുള്ളിയുടെ എവിടെയോ ഒരു അല്പത്തരം സ്വഭാവം പുള്ളിക്കുണ്ട്. ഇന്ത്യ പോലുള്ളൊരു ജിയാൻറ്റ് ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിൽ ക്യാപ്റ്റൻ ഉണ്ടാകേണ്ട കുറച്ച് സ്വഭാവ രീതികളുണ്ട്. ഹാർദിക് പാണ്ഡ്യ മോശം സ്വഭാവമാണെന്നില്ല, ബട്ട് ഒരു അല്പത്ര എവിടെയൊക്കെയോ ഉണ്ട്. ഒരു അഹങ്കാരത്തിൻ്റെതായ ചെറിയ ഇതുണ്ട്. കുറേ കാലം മാറിയിട്ടുണ്ട്. അത്
അങ്ങനെ ഒരു പൊതുവികാരമുണ്ട്. പുള്ളിനെ ക്യാപ്റ്റനാക്കണതിനോട് പൊതുവേ ഉള്ളൊരു അഭിപ്രായം വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യൻ ക്യാപ്റ്റന്മാരെ ശ്രദ്ധിച്ചറിയാം. അവർക്കൊക്കെ ഇപ്പോൾ സൂര്യകുമാർ നല്ലൊരു ക്യാപ്റ്റനാണ്. ഹാർദിക് പാണ്ഡ്യയുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് എന്തുകൊണ്ട് ക്യാപ്റ്റനാക്കാൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് അങ്ങനെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു മിതത്വം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫേസ് ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ഫേസ് ഉണ്ട് ഇന്ത്യയുടെ. അതറിയാമല്ലോ, നമുക്ക് ഒരു ചേരാ നയം പോലെ അല്ലെങ്കിൽ ഒരു ഹാർഷ് അല്ലാത്ത ഒരു സോഫ്റ്റ്നെസ് എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതര ഒരു സ്വഭാവം നമുക്ക് ഇന്ത്യക്ക് ഇൻ്റർനാഷണലിലുണ്ട്. അതുതന്നെയാണ് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുള്ളത്. ബുംറ ക്യാപ്റ്റനായതുകൊണ്ട് 100% ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ കളിക്കാരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് ഗാംഗുലി, ദ്രാവിഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ പക്കാ മോഹം തന്നെയാണ്. ധോണിയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ, സച്ചിൻ ഓഫ് കോഴ്സ്. വിരാട് കോഹ്ലി വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് വിരാട് കോഹ്ലി കളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കളിയുടെ സ്പിരിറ്റ് ആണ് പുള്ളി റിഫ്ലക്റ്റ് ചെയ്തത്. പുള്ളിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളല്ലായിരുന്നു. ആ പുള്ളി കളിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അത് പിന്നീട് ലോകം മൊത്തം അറിഞ്ഞു. ഈ റീസെൻ്റായിട്ട് ഗംഭീറിനെ അവിടെയുള്ള ആൾക്കാർ കാണികൾ കൂവിയപ്പോൾ പോലും കോഹ്ലി അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചത് അതൊരു സ്പിരിറ്റല്ല, അതൊരു നല്ല സ്വഭാവമല്ല. അതാണ് കോഹ്ലിയുടെ പ്രത്യേകത. കോഹ്ലി കാണിക്കുന്ന കുറേ ദേശീയ കാര്യങ്ങളൊക്കെ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നടക്കണം, സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കണം. ഇതേപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ കളിക്കാരൊക്കെ ഇന്ത്യയിൽ വന്ന് കളിച്ചപ്പോൾ സ്മിത്ത് അല്ലെങ്കിൽ വില്യംസൺ അങ്ങനെയുള്ള പലരെയും, സ്മിത്തിനെയൊക്കെ ഇന്ത്യൻ ആരാധകർ കളിയാക്കിയപ്പോഴും കോഹ്ലി അത് സ്റ്റോപ്പ് ചെയ്യിച്ച് ക്ലാപ്പ് കൊടുക്കാൻ അവരെ മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ക്ലാപ്പ് കൊടുക്കാൻ ഒരു ഓർഡർ കൊടുത്ത ഒരാളും കൂടിയാണ്. അപ്പോൾ അതാണ് കോഹ്ലിയുടെ സ്പിരിറ്റ്. കോഹ്ലി ഒരു പക്ക ഒരു ജെന്യുവിൻ നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയാണ്. അത് പുള്ളി തെളിയിച്ചു. അപ്പോൾ കോഹ്ലിയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി. ഹാർദിക്കിൻ്റെ ഒരു വിഷയം, ഹാർദിക്ക് പണ്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇവന്മാരെന്താ പൂശാമ്പോ ഏസൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഹാർദിക്ക് വന്നൊരു പശ്ചാത്തലം എന്നൊക്കെ പറയുന്നതൊരു അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊരു കച്ചറമയത്തിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ. ഇപ്പോൾ കുറച്ചൊന്നും ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പുള്ളിയിലേക്ക് എത്തണം, പുള്ളി ഒരു ഇത്തിരി തലക്കനം ഉണ്ട്, എന്നെ അറിയപ്പെടണം, അങ്ങനെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ പുള്ളിക്കുണ്ട്. അത് പുള്ളിയുടെ ചില ദിവസം പെർഫോമൻസ് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ വന്നപ്പോൾ ആരാധകർ തെറി പറയാൻ കാരണം അതൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഹാർദിക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. ഹാർദിക്കിൻ്റെ ആ ഒരു പക്വത, പുള്ളി വളർന്നു വന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏത് ആളോടും അടിച്ചു നിൽക്കും. ഭയങ്കര മാനസിക ധൈര്യവും സെൽഫ് കോൺഫിഡൻസ് ഉള്ളൊരു കളിക്കാരനും കൂടിയാണ്. അത് ബാറ്റിങ്ങിലും പുള്ളിയുടെ എല്ലാ പെർഫോമൻസിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ലോകത്തുള്ള എല്ലാ കളിക്കാരെയും വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ കൂടിയാണ്. ഒരു 20-25 കോടിക്ക് ഒരു ഫ്രാഞ്ചൈസി എടുത്താൽ പോലും അതിന് വർത്താണ് ആൾ. കാര്യം ബോളിംഗ് ഉണ്ട്, ബാറ്റിംഗ് ഉണ്ട്, ഫീൽഡിംഗ് ഉണ്ട്, റെസ്പോൺസിബിളായിട്ട് ഒരു ടീമിനെ വിജയിച്ച ഒരു ക്യാപ്റ്റൻ കൂടിയല്ലേ IPL. അപ്പോൾ അത് അത്ര. പിന്നെ ധോണിയുടെ ബിഗ് ഫോളോവർ കൂടിയാണ്. ധോണി യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അതിന് നല്ലൊരു ഫോളോവറാണ്. ധോണിനെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, പുള്ളി ഇന്ത്യൻ ടീമിൽ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തി സച്ചിനോ വേറെ ആരുമല്ല, ധോണി തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ധോണിയുടെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സ്വഭാവത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിനെ അങ്ങോട്ട് അംഗീകരിക്കണം. അതൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ആൾക്ക്. അപ്പോൾ ഉള്ളതൊക്കെ നല്ലത് തന്നെയാണ്. പുള്ളി നമുക്ക് T20 വേൾഡ് കപ്പ് എടുക്കണതിലൊക്കെ നിർണായകമായിട്ട് സ്കോർ ചെയ്തൊരു വ്യക്തി കൂടിയാണ്. പുള്ളി അവിടെ നിന്ന് അടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പല കപ്പുകൾക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പറഞ്ഞത് പുള്ളിയുടെ ഇന്നിങ്സ് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി ഇല്ലാത്ത ബിഗ് സീരീസിലൊക്കെ ഇന്ത്യ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പുള്ളി ഉള്ളതാണ് എപ്പോഴും നല്ലത്. ഇച്ചിരിയൊക്കെ ഇതുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ അഹങ്കരിക്കുന്നതിന് റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി ലാസ്റ്റ് കളിച്ച കളി പുള്ളി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കളിനെ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. റീസെൻ്റ് ആയിട്ട് കളിച്ച കളിയിലും ബാക്കിയുള്ളവർ കളിക്കുമ്പോൾ പുള്ളി അങ്ങനെ കളിക്കാറില്ല. പുള്ളിയിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. ആ ഒരു കളിയിൽ പുള്ളി പെർഫോം ചെയ്യും, പുള്ളിക്ക് പേര് കിട്ടും. ഇതൊക്കെ പുള്ളിയുടെ ബിഹേവിയറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും തോന്നണമെന്നില്ല. ബട്ട് കഴിഞ്ഞ ദിവസം എടുത്ത ഷോട്ട് അതൊരു 6 ബോട്ട് ക്രോസ് ബാറ്റ് 6 അടിക്കേണ്ട ബോളൊക്കെ തന്നെയാണ്. പുള്ളി ആ ഷോട്ട് എടുത്തതിലിരിക്കുന്ന മൊത്തത്തിൽ ടീം മാനേജ്മെൻറ്റിനൊക്കെ ഒരു എതിർപ്പുണ്ട്. പുള്ളി റീസെൻ്റ് ആയിട്ട് റെസ്പോൺസിബിൾ പ്ലെയർ ആണ്. ശരിക്കും ജനറ്റിക്കലി പുള്ളി റെസ്പോൺസിബിൾ പ്ലെയർ ആണ്. പുള്ളിയുടെ ചൈൽഡ്ഹുഡ് നോക്കിയാലും പുള്ളി വളർന്നു വന്ന സാഹചര്യം എല്ലാം കൂടി നോക്കുമ്പോൾ പുള്ളി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ഉഴപ്പുന്ന ടൈപ്പ് അല്ല പുള്ളി. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കേണ്ട ഒരു പ്ലെയർ ഈ അലസമായിട്ട് കുറച്ച് റീസെൻ്റായിട്ട് കളിച്ച കളികളിലൊക്കെ ഒരു ഇതായിട്ട് കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ടീം മാനേജ്മെൻറ്റിനുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കണം പുള്ളി ആ ഷോട്ട് എടുത്ത് അടിച്ച് വിക്കറ്റ് പോയി അവിടെ പോയി. കാര്യം അവിടെ ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് വരേണ്ട ഒരു ടൈമാണ്. കാര്യം ഇന്ത്യ ഇച്ചിരി കൊളാപ്സ് ആയിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. പുള്ളിയുടെ ആ വിക്കറ്റ് പോയി പുള്ളി അവിടെ ചെന്നിട്ട് സൂര്യകുമാർ അടിക്കുന്ന ഓരോ ഷോട്ടുകൾക്കും വളരെ നല്ല ക്ലാപ്പ് കൊടുത്ത് വളരെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ ഗ്യാലറിയിൽ കാണാമായിരുന്നു. അതായത് തൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുപറ്റി താൻ കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് കളിക്കേണ്ടിയിരുന്നു എന്നുള്ള തോന്നലായിരിക്കാം പുള്ളി അത് ചെയ്തത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, ഹാർദിക് പാണ്ഡ്യനെ കുറച്ചാണ് ക്യാപ്റ്റനൊക്കെ ആക്കി, വൈസ് ക്യാപ്റ്റനും ആക്കി. ഇപ്പോൾ അതുമില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു പ്ലെയർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അത് പുള്ളിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ പുള്ളി അവിടെ പോയി നിന്ന് തനിക്ക് പറ്റിയൊരു പോരായ്മ എവിടെ പാലിച്ച പറ്റിയെന്നുള്ളത് പുള്ളി അവിടെ നിന്ന് തെളിയിച്ചു. ബോളിങ്ങിലും അത്യാവശ്യം അടിയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് പുള്ളിയുടെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്ക്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റിങ്കു സിംഗ്, ആ സിംഗ് നമ്മൾ ഉറപ്പിച്ച നല്ലൊരു വിക്കറ്റാണ് റിങ്കു സിംഗ് വളരെ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ കൂടിയാണ്. ഏത് പൊസിഷനിൽ അപ്പ് ആൻഡ് ഡൗൺ കയറ്റി വിടാവുന്നതാണ്. റിങ്കു സിംഗിൻ്റെ ബാറ്റിൽ നിന്ന് മിനിമം ഒരു 15 to
30 15 to 30 റൺസ് മിനിമം റിങ്കുസിൻ്റെ ആവറേജ് വരേണ്ടതാണ്. അത് വന്നിട്ടില്ല. അത് നമുക്ക് അവിടെ ലോസാണ്. അതേപോലെ ഹാർദിക് പാണ്ഡ്യൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം റൺസ് അവിടെ ലോസാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളതാണ് അക്സർ പട്ടേൽ. അക്സർ പട്ടേലിൻ്റെ 22-40 ഇതിനിടയ്ക്ക് റൺസ് മിനിമം ഗ്യാരണ്ടീഡ് റൺസാണ്. അതും ഈ പ്രാവശ്യം വന്നിട്ടില്ല. അത് ഒരു ജസ്റ്റ് ആ വിക്കറ്റുകൾ ക്യാച്ച് കപ്പോടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മിസ്, അവർക്ക് ആ ഉദ്ദേശിച്ച ഷോട്ട് കറക്റ്റായിട്ട് ഗ്രിപ്പ് കിട്ടിയില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ആ ഷോട്ടുകൾ സിക്സറുകളോ ഫോറുകളോ എടുക്കുന്നതാണ്. ബാഡ് ഡേ എന്ന് പറഞ്ഞ പോലെ ഒരു പാടമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഈ തുടക്കമല്ലേ, ഇപ്പോൾ ഒരു കുറച്ചൊരു കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അടുത്ത കളികളിലൂടെ നമ്മൾ കുറച്ചും കൂടി പ്രിക്കോഷൻസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പോൾ ഒരു വിധി ഇന്ത്യക്ക് വന്നെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പറഞ്ഞ ആൾക്കാരുടെ മിനിമം ഇത്ര റൺസും കൂടി വരേണ്ടതാണ്. എങ്ങനെ കളിച്ചാലും അവർ ആ ഫേസ് ചെയ്ത ബോൾ തന്നെ മതി. അതൊന്നും വന്നിട്ടില്ല. അതൊക്കെ വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 220 മിനിമം അത്ര തന്നെ പോയേനെ ഈ അവസ്ഥയിലായപ്പോൾ. ഇത്രയും കൊളാപ്സ് ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സ്കോറാണ്. ഏറ്റവും ഗ്യാരണ്ടീഡാണ് ഇവരുടെ കളി. പിന്നെ ശിവം ദുബെ എഡ്ജ് കയറി പോയത്. ശിവം ദുബെയുടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ആൾ നല്ലൊരു ഹിറ്ററാണ്. ബട്ട് ആൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് ആളൊരു സ്റ്റിഫ് ബോഡി ലാംഗ്വേജിൽ ഒരു സ്റ്റാൻസിൽ നിൽക്കുന്ന ഷോട്ട്സ് ആയാലും അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ഷോട്ട്സ് അപ്ലൈ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ലോ ഗൂഗിളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യോക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളെ വീഴ്ത്താം. ആൾ പെട്ടു. ആളുടെ ഒരു സ്റ്റാൻസും ഒരു ബ്രെയിൻ വർക്കൊക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഗൂഗിളിലൊക്കെ റിവ്യൂ ഒക്കെ പോയതുകൊണ്ടായിരുന്നു. വിക്കറ്റ് വിളിച്ചു, ബട്ട് റിവ്യൂ പോയി. അതിന് ജസ്റ്റ് ബാറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബോളിൽ പുള്ളി വിക്കറ്റ് വീഴാൻ സാധ്യതയുള്ളതാണ്. അത് എറിഞ്ഞതാണ്. ആ ബോളർക്ക് ബുദ്ധിയുണ്ട്. ശിവൻ ദുബെയുടെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ശിവൻ ദുബെ ഞാൻ വിചാരിച്ച പോലെ തന്നെ എഡ്ജ് കയറിപ്പോയി. ഒരു സ്ലോ പുള്ളി ആ ബോളിൽ ഒരു സിംഗ് ബോളിങ്ങിൽ വിക്കറ്റ് വീഴാൻ സാധ്യതയുള്ളതാണ്. ഒരു കുറച്ച് സ്ലോ ഒക്കെ ആണെങ്കിൽ പുള്ളിയുടെ കാൽക്കുലേഷൻ ഈസി ആയിട്ട് കയറി വിക്കറ്റ് വീഴാൻ സാധ്യതയുള്ള ഒരു ബാറ്റിംഗ് കൂടിയാണ്. ബട്ട് ശിവൻ ദുബെയുടെ വിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും വീഴാം. ബട്ട് എങ്കിൽ പോലും ഒരു 10 തുടങ്ങി 20 റൺസ് ഒരു ആ ബാറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതും നടന്നിട്ടില്ല. ചിലപ്പോൾ അതിനേക്കാളും വലിയ സ്കോറും പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ ഇന്ത്യ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയുടെ പല പൊസിഷനെയും എതിർ ടീമിനുള്ള പല പ്ലാനിങ്ങളെയും തകർക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ് ശിവൻ ദുബെ. ഇന്ത്യയുടെ ഒരു അജറായുധം കൂടിയാണ്. അപ്പോൾ ഇത്രയും ബാറ്റിങ്ങിൽ ഇത്രയും പേരുടെ റൺസ് അവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് പോലും ഇന്ത്യ അത് മാനേജ് ചെയ്തു. ഇന്ത്യ എങ്ങനെ കൊളാപ്സ് ആയോ അതേപോലെ തന്നെ അവരെയും കൊളാപ്സ് ആക്കി. ആ പിച്ചിൻ്റെ ആനുകൂല്യമായിരിക്കാം. ഓക്കെ, എന്തായാലും സൂപ്പർവായിട്ട് ഇന്ത്യ തിരിച്ചു വന്നു. അപ്പോൾ എനിക്കിതിൽ പേടിയൊന്നുമില്ല. നമ്മുടെ ഇത്രയും ബാറ്റ്സ്മാന്മാരിൽ 2 പേര് അല്ലെങ്കിൽ 3 പേരെങ്കിലും ക്ലിക്ക് ആകാൻ സാധ്യതയുള്ളതാണ്. അത് എങ്ങനെ പോയാലും ആകും. അവരാരും ആയിട്ടില്ല. എന്നിട്ട് ഇന്ത്യ 160 എടുത്തു എന്നുള്ളത് എനിക്ക് ഏറ്റവും പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് ഈ കളിനെ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കളി നമ്മളെന്തായാലും ഈ കുറവുകളൊക്കെ പരിഹരിച്ച് മിനിമം ഒരു 3 ബാറ്റ്സ്മാന്മാർ ക്ലിക്ക് ആകും. ഇന്ത്യ ഇനിയുള്ള കളികളെല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 175+ അല്ലെങ്കിൽ 180+ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ടീമാണ് ഇന്ത്യ. ഏറ്റവും മിനിമം 170+ ഇന്ത്യ സ്കോർ ചെയ്യായിരിക്കും. കഴിഞ്ഞ ദിവസം 160 എടുത്തു എങ്കിൽ ഞാൻ പറയുകയാണ് ഇന്ത്യ ഏതൊക്കെ അവസ്ഥയിൽ പോയാലും 170+ സ്കോർ ചെയ്യാൻ മിനിമം കപ്പാസിറ്റി ഉള്ള ഒരു ടീം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ കളികൾക്കൊക്കെ ഇതിലും വലിയതൊക്കെ നടക്കട്ടെ. ഇന്ത്യ ജയിക്കട്ടെ.